നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയർ ഏപ്രിൽ 2023. അതിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? സെക്ഷൻ എയും സെക്ഷൻ ബിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനായ സെക്ഷൻ സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 20th ക്വസ്റ്റ്യൻ. അതിൽ എ ക്വസ്റ്റ്യൻ എന്താണ്? Find the surface area of a sphere of radius r using the method of integration. B question. Use the Simpson rule of the integration to evaluate integral 0 to 1 dx divided by x square plus 1 and hence an approximation value for pi. ഇപ്പൊ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എടുത്തു. എന്താണ്? സ്പിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാം. ഇന്റഗ്രൽ a to b 2π y into root of 1 plus y dash whole square dx. ഇവിടെ y ആരാന്ന് കണ്ടു, അഥവാ ഫംഗ്ഷൻ ആരാന്ന് അറിയണം. നമുക്കറിയാം യൂണിറ്റ് സ്പിയർ അല്ലെങ്കിൽ സ്പിയർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അതിന്റെ ലിമിറ്റ് മൈനസ് ആർ ടു ആർ വരെയാണ് നമുക്കറിയാം. ഇതിൽ നമുക്ക് y കണ്ടെത്തിക്കൂടെ? നമുക്ക് കാരണം എന്താ, ഇവിടെ y ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ y സ്ക്വയർ അവിടെ നിർത്തി. അപ്പൊ എന്താവും? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയി. അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്തായി മാറി? റൂട്ട് ഓഫ് എന്തായി? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന രീതിയിലേക്ക് വന്നു. ഇതാണ് നമ്മൾ y എന്ന് കിട്ടിയത്. ഇവിടെ a എന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ആറും b എന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആറുമാണ്. ഇത് ആരുണ്ട്? y ഡാഷ് ഉണ്ട്. y ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിന് ഡെറിവേറ്റീവ് 1/2 നമുക്കറിയാം d by dx of root x എന്ന് പറഞ്ഞാൽ 1/2 root x into d by dx of x ആണ്. ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്താണ്? റൂട്ട് ഓഫ് എന്താണ് അല്ലെ? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ റൂട്ട് ഓഫ് എന്താ ഇവിടെ? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് d by dx of മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താവും? 2 മൈനസ് 2x ആയി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി. ബാക്കി എന്തേ ഉള്ളൂ? മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന രീതിയിൽ വന്നു. ഇനി ഇവിടെ എന്തുണ്ട്? y ഡാഷ് സ്ക്വയർ ഉണ്ട്. ഇതിനെ സ്ക്വയർ ചെയ്യാം. അപ്പൊ ഇവിടെ സ്ക്വയർ ആവുമ്പോൾ മൈനസിന് പോയി കിട്ടും. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ റൂട്ടിന് പോയി കിട്ടും. അപ്പൊ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയി മാറി അല്ലെ. അപ്പൊ y ഡാഷ് ഹോൾ സ്ക്വയർ അല്ലെ. y ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആ റൂട്ടാണ് പോയി കിട്ടുന്നതായി ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന രീതിയിലേക്ക് വന്നു. ഇനി നമ്മൾ ഇക്വേഷൻ അകത്ത് ആരുണ്ട്? 1 പ്ലസ് എന്ന രീതിയിൽ. ഇപ്പൊ 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ. അപ്പൊ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ എന്നിട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയറും ഇവിടെ പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോയി. ബാക്കി ആരുള്ളൂ? ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി എന്തുണ്ട്? അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് ആണ് കിടക്കുന്നത്. അപ്പൊ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായി? റൂട്ട് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ മുകളിൽ ആർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എന്തായി അല്ലെ? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയി. അപ്പൊ ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് ആര് വന്നത്? റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? എന്താണ്? ഇൻറ്റു വൈ ഉണ്ട് അല്ലെ. അതുകൂടി ചെയ്യാം. അപ്പൊ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് y എന്ന് പറയുന്നത്. ഇൻറ്റു ഇതിന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ താഴെ ആരും മുകളിലുണ്ട് അല്ലെ? റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും ഇവിടെ രണ്ട് ക്യാൻസൽ ആയി പോയി. ഇനി ബാക്കി ആരും ഇവിടെ ആറായി. ഇനി നേരെ എന്ത് ചെയ്യുക? സർഫസ് ഏരിയയിലേക്ക് കൊടുക്കുക. നമുക്കറിയാം സർഫസ് ഏരിയ ഈക്വൽ ടു 2π ഇൻറ്റു ഇന്റഗ്രൽ a to b y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ dx ആണ്. 2π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ആർ ടു ആർ അല്ലെ. y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ആണ് ഇൻറ്റു dx ആണ്. അപ്പൊ ഇവിടെ ആറിന് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്താവും? 2π r ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ആർ ടു ആർ dx ആയി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 2π ഇൻറ്റു ആർ ഇൻറ്റു അല്ലെ എക്സ് മൈനസ് ആർ ടു ആർ ഈക്വൽ ടു 2π r ഇൻറ്റു അല്ലെ മൈനസ്
മൈനസ് ആർ എന്ന രീതിയിലായി. അപ്പൊ 2πr ഇൻറ്റു ഇവിടെ എന്തായി r പ്ലസ് ആർ ഈക്വൽ ടു 2πr ഇൻറ്റു 2r ഈക്വൽ ടു എന്തായി 2 ഇൻറ്റു 2 4 പൈ r ഇൻറ്റു r r സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ സർഫസ് ഏരിയ ആയി വന്നത്. ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr സ്ക്വയർ ആണ് ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ. ക്ലിയർ ആയല്ലോ? ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ അഥവാ ബി ക്വസ്റ്റ്യൻ. എന്താണ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞേ? യൂസ് ദി സിംപ്സൺ റൂൾ ഓഫ് ദി ഇന്റഗ്രേഷൻ ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 dx divided by x square plus 1 and hence find an approximate value for pi. ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് പൈ കണ്ടുപിടിക്കണം. അതേപോലെ എന്ത് പറയണത് ഇതിന്റെ ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടെത്തിയാൽ മതി, അതോടെ ആൻസർ ആവും. നമുക്കറിയാം സിംപ്സൺ റൂളില് നമുക്ക് ഇക്വേഷൻ അറിയാം. ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ h/3 പിന്നെന്താണ് f of x naught പ്ലസ് f of x1 അല്ലെ. പക്ഷെ ഇവിടെ എന്തുണ്ട് f of x ന് ഇപ്പുറത്ത് ആരും കൂടി ഉണ്ടാവും 4 ഉണ്ടാവും അല്ലെ. പിന്നെ 2 ഇൻറ്റു f of x2 പ്ലസ് അടുത്ത് 4 ഇൻറ്റു f of x3. ഈ ഓഡിലോടത്ത് 4ഉം ഈവനിലോടത്ത് എന്താവും 2 ആണ് ഇക്വേഷൻ വരിക. അപ്പൊ അടുത്ത് എന്താവും 2 ഇൻറ്റു അല്ലെ f of x, കാരണം എന്താ x4 ഒരു ഈവൻ ആയതുകൊണ്ട് 2 പ്ലസ് എക്സെട്ര പ്ലസ് ആര് വരുന്ന ലാസ്റ്റ് ടേം f of xn ആണ് വരുന്നത്. അപ്പൊ നമുക്ക് x0 കണ്ടുപിടിക്കണം, ഇനി fxn അല്ലെ x0 കണ്ടുപിടിക്കണം, അതുകൂടെ f of x0 കണ്ടുപിടിക്കണം, അതുപോലെ x1 കണ്ടുപിടിച്ച് f of x1 കണ്ടുപിടിക്കണം. നമുക്ക് x1 ആരാണെന്നും x2 ആരാണെന്നും x3 ആരാണെന്നും അത് കണ്ടുപിടിക്കാൻ പോകണം. നമുക്ക് തന്നിട്ടുണ്ട് a എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണെന്നും b എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല? നമ്മുടെ n എന്ന വാല്യൂ തന്നിട്ടില്ല. എത്ര സ്റ്റെപ്പ് വരെ പോകണം? അപ്പൊ നമ്മൾ ചൂസ് ചെയ്യാൻ പോവാം. വി ചൂസ് n ഈക്വൽ ടു 4. അപ്പൊ f of x ആക്കി ആരെടുത്തു 1/x സ്ക്വയർ പ്ലസ് 1 ആക്കി സെലക്ട് ചെയ്യും. അപ്പൊ h കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, b മൈനസ് a ഡിവൈഡഡ് ബൈ n ആണ്. b എന്ന് പറഞ്ഞാൽ 1, a എന്ന് പറഞ്ഞാൽ 0, n എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 1/4 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ് ഇതിന്റെ വാല്യൂ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് x0 x1 x3 അങ്ങനെ കണക്കാം. അപ്പൊ x0 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം a തന്നെയാണ്, അത് 0 ആയി. x1 കാണുന്ന ഇക്വേഷൻ അറിയാം, ആര് കൂടിയാണ് x0 കൂടി h ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്തായി 0 പ്ലസ് 0.25 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ 0.25. ഇനി x2 എന്ന് പറഞ്ഞാൽ എന്താണ് x1 പ്ലസ് h ആണ്. x1 എന്ന് പറഞ്ഞാൽ 0.25 പ്ലസ് 0.25 ഈക്വൽ ടു എത്ര കിട്ടി 0.5. അടുത്ത് x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 പ്ലസ് h ആണ്. x2 എന്ന് പറഞ്ഞാൽ എത്ര 0.5 പ്ലസ് h എന്ന് പറഞ്ഞാൽ 0.25 ഈക്വൽ ടു 0.75. അടുത്ത ആരാ x4 ആണ്. x4 എന്ന് പറഞ്ഞാൽ x3 പ്ലസ് h ഈക്വൽ ടു എത്ര x3 എന്ന് പറഞ്ഞാൽ എത്ര 0.75 പ്ലസ് 0.25 ഈക്വൽ ടു 1. അപ്പൊ അപ്പർ ലിമിറ്റ് വരെ കിട്ടി. 1 എന്ന് പറഞ്ഞാൽ ആരാണ് b ആണ്. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? f of x0 f of 1 അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം f of x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/x സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ f of x0 എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ 0 ആണ്, ഈക്വൽ ടു 1/0 സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞാൽ 1/1 ഈക്വൽ ടു 1. അടുത്ത f of x1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞ ഇവിടെ ആരാണ് 0.25 ആണ്, ഈക്വൽ ടു 1/0.25 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എന്ത് വരും 1/0.625 പ്ലസ് 1 ഈക്വൽ ടു 1/1.0625 ഈക്വൽ ടു എത്ര 0.941 ആണ് ഇതിന്റെ വാല്യൂ. ഇനി അടുത്ത് എന്താണ് f of x2. ഈ f of x2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് 0.5 ആണ്. അപ്പൊ 1/0.5 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0.5ന്റെ സ്ക്വയർ 0.25 പ്ലസ് 1 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1.25. 1 ആണ്, അപ്പൊ എത്രയായി 0.8 ആണ്. അടുത്ത് f of x3. 3ന്റെ വാല്യൂ ഇവിടെ എത്രയാണ് 0.75 ഈക്വൽ ടു 1/0.75 സ്ക്വയർ പ്ലസ് 1. ഇനി 0.75ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.5625 പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ 1/1.5625 ഈക്വൽ ടു എത്രയാണ് അല്ല ഡിവിഷൻ 0.64. അടുത്തെന്താണ് f of x4. x4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എത്ര കിട്ടി 1/1 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് 1 ഈക്വൽ ടു 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് ഇതിന്റെ ആൻസർ.
നമ്മൾ ഓരോ വാല്യൂം കണ്ടെത്തി. ഇനി എന്ത് ചെയ്യാ, സിംപ്സൺ റൂളിലേക്ക് അപ്ലൈ ബൈ എന്താണ് സിംപ്സൺ റൂൾ. അപ്പൊ ഇന്റഗ്രൽ 0 to 1 dx by x square plus 1 equal to അല്ലെ h by 3 ആണ്. അപ്പൊ h എന്ന് പറഞ്ഞാൽ 0.25 by 3 ആണ്. ഇനി എന്ത് ചെയ്യാ, അടുത്ത സ്റ്റെപ്പ് എന്താണ് അല്ലെ f of x naught. f of x naught എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് 1 ആണ്. 4 into f of x1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.941 പ്ലസ് അടുത്ത് 2 into f of x2 ആണ്. f of x2 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. പ്ലസ് അടുത്ത് 4 into f of x3 എന്ന് പറഞ്ഞാൽ 0.64 പ്ലസ് അടുത്ത ആരാണ് f of x4. x4 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് 0.5 ആണ്. ഈക്വൽ ടു അല്ലെ 0.25 ഡിവൈഡഡ് ബൈ 3 1 പ്ലസ് 4 into 0.941 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ 3.764. അടുത്ത് 2 into 1.6 ആണ്. 4 into 0.64 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2.56 പ്ലസ് 0.5. ഇതൊക്കെ പാടെ ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക അല്ലെ ഇതിനെ ഡിവിഷൻ നടത്തി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 0.25 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയും അല്ലെ ഇൻറ്റു അത് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുക ഡിവിഷൻ ചെയ്യാം ഇൻറ്റു ഒക്കെ പാടെ ആഡ് ചെയ്താൽ 9.424. ഇതിനെ 3 കൊണ്ട് ഡിവിഷൻ നടത്തുക. അപ്പൊ എന്താ 0.25 ഇൻറ്റു 3.414. ഇതിനെ മൾട്ടിപ്ലൈ എത്രയായി 0.785 ആണ് ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയി വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സിംപ്സൺ റൂള് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത് 21st ക്വസ്റ്റ്യൻ. എന്താണ് 21st ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ, if consistent solve the system using Gauss-Jordan elimination 2x1 plus x2 plus x3 equal to 3. ഇവിടെ 3x1 plus x2 plus x3 plus x4 equal to 4. x1 plus 2x2 plus 2x3 plus x4 3x4 equal to 3. 4x1 plus 5x2 minus 2x3 plus x4 equal to 16. B. Diagonalize the matrix A equal to 0 1 1 1 0 1 1 1 0. അല്ലെ ഇത് രണ്ടും ലെങ്തി ഉള്ള പ്രോബ്ലംസ് ആണ്. തൊട്ട് മുമ്പത്തെ അത്ര സിമ്പിൾ ആയിരുന്നു ചെയ്ത് നോക്കാൻ. ഇത് കുറച്ച് ലെങ്തി ആണ്, കാരണം നമുക്ക് എക്സിന്റെയും വൈന്റെയും അല്ലെ x1 x2 x3 x4 വരെ നമ്മൾ കണ്ടെത്തണം. ഇവിടെ ഡയഗനൈസബിൾ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, കുറച്ച് ലെങ്തി ആണ്. ഇവിടെ നോക്കുക x1 x2 x3 x4 നമ്മൾ വാല്യൂ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് 0 കൂടി കൊടുക്കണേ, മറക്കരുത്. അതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം 2x1 plus 2x2 plus x3 0x4 equal to 3. അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ മാറ്റം എഴുതിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ നമ്മൾ മാറ്റം എഴുതിയത് ഇവിടെ 2x1 plus x2 plus x3 plus 0x4 equal to 3 എന്ന രീതിയിലാണ്. ഇത് നമ്മൾ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകും. നമ്മൾ ഗോസ് ജോർദാൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഇക്വേഷൻ ആണ്, റോ ട്രാൻസ്ലേഷൻ മാത്രമേ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഇതിന് ആ തന്ന മെട്രിക്സിനെ ഒരു മെട്രിക്സ് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതണം അല്ലെ. ഇവിടെ x1 x2 x3 ആണ്, ഇവിടെ x4 ആണ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഓഗ്മെന്റ് മെട്രിക്സ് ആക്കി എഴുതിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ എ എന്ന മെട്രിക്സ് ഉണ്ടാവും അല്ലെ, പിന്നെ എക്സ് എന്ന മെട്രിക്സ് ഉണ്ടാവും, ബി എന്ന മെട്രിക്സ്. അപ്പൊ തന്ന മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതി, the given the system of equation is equivalent to a single matrix equation Ax equal to b. A എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോഎഫിഷ്യൻസ് മൊത്തമാണ്. x എന്ന് പറഞ്ഞാൽ x1 x2 x3 x4 ആണ്. b എന്ന് പറഞ്ഞാൽ 3 4 3 16 ആണ്. അത് മാത്രം മാറ്റി എഴുതി അല്ലെ. അപ്പൊ where a equal to 2 1 1 0 3 1 1 1 1 2 2 3 4 5 minus 2 1. x എന്ന് പറഞ്ഞാൽ x1 x2 x3 x4. b എന്ന് പറഞ്ഞാൽ 3 4 3 16. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതണം. അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറയുമ്പോൾ ഇതിൽ കൂടി ആരൊരു ആഡ് ചെയ്യുക, ഒരു കോളം കൂടി ആഡ് ചെയ്തു, 3 4 3 16 ആഡ്. ഇതിന് എലിമെന്ററി ട്രാൻസ്ലേഷൻ നടത്തി എന്ത് ചെയ്യുക, ഇതിനെ കണ്ടെത്താവുന്ന രീതിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓൺലി റോ ട്രാൻസ്ലേഷൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ, ഗോസ് ജോർദാൻ മെത്തേഡ് ഓൺലി എലിമെന്ററി ട്രാൻസ്ലേഷൻ റോ ട്രാൻസ്ലേഷൻ മെത്തേഡാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ 1 ആക്കണം, പിന്നെ ഇതിനെ താഴൊക്കെ 0 ആക്കണം. ഇതിനെ 1 ആക്കണം, ഇതിനെ 0 ആക്കണം, ഇതിനെ 0 ആക്കണം ഇല്ലേ. പിന്നെ ഇതിനെ 1 ആക്കണം, ഇതിനെ 0 ആക്കണം, ഇതിനെ 0 ആക്കണം, ഇതിനെ 0 ആക്കണം. ഇതിനെ 1 ആക്കി ഇതിനെ 0 ആക്കണം, ഇതിനെ 0 ആക്കണം, ഇതിനെ 0 ആക്കണം. പിന്നെ ഇതിനെ അല്ലെ 1 ആക്കി മുകളിലൊക്കെ 0. ഇതാണ് നമ്മൾ ഗോസ് ജോർദാൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഓൺലി റോ ട്രാൻസ്ലേഷൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ 1 ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി അല്ലെ, r1 changes to 1/2 r1 അല്ലെ, changes to. അപ്പൊ എന്തായി
1 1/2 1/2 0 3/2 അടുത്ത 3 1 1 1 4 1 2 2 3 3 4 5 -2 +1 16. അപ്പൊ എന്ത് കിട്ടി? ഫസ്റ്റ് എലമെന്റ്. ഇതിനെ പിവിഡ് എന്നാ പറയണത്. പിവിറ്റ് അല്ലെ, അതിനെ 1 ആക്കി, ബാക്കി ഇതിനെ തൊക്കെ 0 ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക, ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ആദ്യം ഞാൻ R2 നെയാണ് ചേഞ്ച് ചെയ്യുന്നത്. R2 changes to R2 - 3R1. അപ്പൊ എന്തായി? ഫസ്റ്റ് റോ അതേപോലെ 1 1/2 1/2 0 3/2. ഇവിടെ 0 ആയി, -1/2 ആയി, -1/2 ആയി, 1 -1/2. ഇനി R3 changes to R3 - R1. എന്തായി? 0 3/2 3/2 3 3/2. ഇനി R4 എന്താണ്? changes to R4 - 4R1. അപ്പൊ എന്തായി? 0 3 -4 1 10. ഇതാണ് എലിമെന്ററി ട്രാൻസിഷൻ നടത്തി കഴിഞ്ഞപ്പോ കിട്ടിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അല്ലെ, ഇതിനെ 1 ആക്കണം. അപ്പൊ എന്ത് ചെയ്യണേ? R2 changes to -2 R2 ചെയ്താൽ മതി. അപ്പൊ അവിടെ ആരൊക്കെ മാറ്റുന്നില്ല? 1 1/2 1/2 0 3/2. ഇവിടെ എന്തായി? 0 1 1 -2 1. ബാക്കി ഒന്നിനും മാറ്റില്ല. 0 3/2 3/2 3 3/2. അടുത്ത് 0 3 -4 1 10. അല്ലെ, ഇതാണ് നമുക്ക് എന്ത് കിട്ടി? എലിമെന്ററി ട്രാൻസാക്ഷൻ നടത്തിയപ്പോ കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തെന്താണ്? ഇതിന്റെ താഴെയും ഇതിന്റെ മുകളിലും എന്ത് ചെയ്യണം? 0 ആക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? അല്ലെ, R1 changes to R1 - 1/2 R2. അപ്പൊ എന്തായി? 1 0 0 1 1. R2 ന് മാറ്റില്ല. 0 1 1 -2 1. R3 ക്ക് മാറ്റം വരുത്തണം. R3 R3 3/2 R2. അപ്പൊ എന്തായി? ഇത് 0 ആയി, ഇത് 0 ആയി, ഇത് 0 ആയി, 6 0. ഇനി R4 ചേഞ്ച് ചെയ്തു. R4 -3 R2. അപ്പൊ എന്തായി? 0 0 -7 7 7 എന്ന മെട്രിക്സ് കിട്ടി. ഇനി അടുത്തെന്ത് ചെയ്യണം? അല്ലെ, ഇതിനെ 1 ആക്കണം. അതേപോലെ ഇതിനെയും ഒക്കെ കൂടെ 1 ആക്കാൻ പറ്റും. അപ്പൊ R3 changes to 1/6 R3. അപ്പൊ എന്തായി? ചേഞ്ച് ചെയ്യണേ. 1 0 0 1 1 0 1 1 -2 1 0 0 0 1 0. ഇനി അടുത്തെന്താണ്? ആ 7നും കൂടി എന്ത് ചെയ്യാൻ മാറ്റി നമുക്ക് സുഖം സിംപ്ലിഫൈ ചെയ്യാൻ. ആ 7 ബുദ്ധിമുട്ടാവുന്ന എഴുതിയിട്ടാണ് ഞാൻ ഡിവിഷൻ ചെയ്തത്. അപ്പൊ 0 0 1 -1 -1. അപ്പൊ എന്ത് കിട്ടി? R4 നെയും ചേഞ്ച് ചെയ്തു. അടുത്ത ഞാൻ എന്ത് ചെയ്താൽ മതി? അല്ലെ, ഇതിനൊക്കെ R2 നെ ഇവിടെ നിന്ന് 0 ആക്കാൻ പറ്റും. അത് ചേഞ്ച് ആരുമായിട്ട്? R4 ചേഞ്ച് ചെയ്യാം. അപ്പൊ എന്താവും? അല്ലെ, R2 changes to R2 - R4. അപ്പൊ എന്താ? ഇവിടെ 1 0 0 1 1 0 1 0 -1 2 0 0 0 1 0 0 0 1 -1 -1. അടുത്ത് എന്ത് ചെയ്യുക? R1 ഇതിന് 0 ആക്കാൻ നോക്കുക, R2 ഇതിന് 0 ആക്കാൻ നോക്കുക. അപ്പൊ ആദ്യം R1 changes to R1 - R3. അപ്പൊ എന്ത് വരും? 1 0 0 0 1. അടുത്ത് 0 അല്ലെ. ഇനി R2 നെ അതേപോലെ അവിടെ 0 ആക്കുക. R2 + R3 ചെയ്താൽ മതി. അപ്പൊ എന്തായി? ഇവിടെ അല്ലെ 1 0 0 2. അതേപോലെ നമുക്ക് R3 നും 0 ആക്കി കൂടെ ഇതിനെ ആഡ് ചെയ്താൽ മതി അല്ലെ, അല്ലെങ്കിൽ അതേപോലെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ 0 0 0 1 0 എന്തായി? 0 0 1 -1 -1. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? R4 നെ നമുക്ക് ഇത് 0 ആക്കാൻ പറ്റും. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. ഇല്ല, ഈ സ്റ്റെപ്പിന് ഇവിടെ R4 കൂടി ചേർത്താൽ മതി. ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാണ്. R4 changes to R4 + R3. അല്ലെ, ഇവിടെ ആരെ മാറ്റുള്ളൂ? R4 മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ 0 1 0 0 2 0 0 0 1 0 0 0 1 0 -1. ഇപ്പൊ എന്ത് കിട്ടി? അല്ലെ, ഇങ്ങനെ ഡയഗണൽസ് ഒക്കെ കിട്ടി. ഇനി ഇതിനൊരിക്കലും 0 ആക്കാൻ കഴിയുന്നില്ല. മുളൊക്കെ 0 ആയി കഴിഞ്ഞു. ഇതിനെ 0 ആക്കാൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒക്കെ എന്താവും? ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതിന്റെ റാങ്ക് ഒന്ന് കണ്ടുപിടിക്കുക. റാങ്ക് എ അല്ലെ, ഓഗ്മെന്റ് മെട്രിക്സ് എബിന്റെ റാങ്ക് എത്ര ആയിരിക്കും? 1 2 3 4 അല്ലെ, നമ്പർ ഓഫ് നോൺ സീറോ അത് 4 ആണ്.
അതേപോലെ റാങ്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 1 2 3 4 അതും എന്താണ് 4 ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, അത് സെയിം ആണ്. ഇനി അതേപോലെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയായിട്ടുള്ളത് n ഈക്വൽ ടു അതും 4 ആണ് അല്ലെ 1 2 3 4. അപ്പൊ എല്ലാം ഈക്വൽ ആണ്. അപ്പൊ എന്ത് പറയാം സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് എന്ന് പറയാം. സിസ്റ്റം ഈസ് എന്താണ് കൺസിസ്റ്റന്റ്. സിസ്റ്റം കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് എന്ത് പറയാം ഇറ്റ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. അഥവാ x1 ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ, അതേപോലെ x2നും ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ, x3ക്കും ഒരു വാല്യൂ, x4നും ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാത്തിനും ഒറ്റ വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അഥവാ ആർബിട്രറി കോൺസ്റ്റന്റ് ഒന്നും എന്ത് ചെയ്യണ്ട ഇട്ട് കൊടുക്കേണ്ട. എക്സും വൈനും വാല്യൂ ഒരു യുണീക്ക് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ദ എബോവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ത് ചെയ്യാം ദ എബോവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് equivalent to ax is approximately b. അപ്പൊ a എന്ന മെട്രിക്സ് മാറ്റി എഴുതണം. ആര് മാറ്റി ഇതാണ് ഒഴിവാക്കുക. ഇത്രയും വരുന്ന അല്ലെ ഇതാണ് നമ്മളെ b എന്ന മെട്രിക്സ് വരുന്നത്. ഇത്രയും വരുന്നത് ആരാണ് a എന്ന മെട്രിക്സ് ആണ്. അപ്പൊ അതാണ് മാറ്റിയത്. അപ്പൊ a എന്ന് പറഞ്ഞാൽ 1 0 0 0 0 1 0 0 0 0 0 1 0 0 1 0 അല്ലെ. അപ്പൊ a എന്ന മെട്രിക്സ് എടുത്ത് എഴുതി. ഇനി x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ് x1 x2 x3 x4 equivalent to b എന്ന മെട്രിക്സ് 1 2 0 മൈനസ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും x1 ഈക്വൽ ടു 1 ആയി. അടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും x2 ഈക്വൽ ടു 2 ആയി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x4 ഈക്വൽ ടു 0 ആയി. അടുത്ത് x3 ഈക്വൽ ടു എന്തായി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആയി. അപ്പൊ എന്ത് കിട്ടി നമുക്ക് എക്സിന്റെയും വൈന്റെയും അല്ലെ x1ഉം x2ഉം x3ഉം x4ഉം വാല്യൂ കിട്ടി. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കിട്ടിയല്ലോ എക്സിന്റെയും വൈന്റെയും സോറി x1 x2 x3 x4 ആണ് അതിന്റെ സൊല്യൂഷൻ ആയി കിട്ടിയത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 21ലെ ബി ക്വസ്റ്റ്യൻ. എന്താണ് ബി ക്വസ്റ്റ്യൻ ഡയഗണൈസ് ദി മാട്രിക്സ് എ ഈക്വൽ ടു 0 1 1 1 0 1 1 1 0 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതിലെ ഡയഗണൈസബിൾ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഡയഗണൈസബിൾ മെട്രിക്സിന്റെ ഇക്വേഷൻ അറിയാൻ d ഈക്വൽ ടു p ഇൻവേഴ്സ് a ഇൻറ്റു p. അപ്പൊ p എന്താ കണ്ടുപിടിക്കണം, അതിനുശേഷം അല്ലെ p ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. p എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് ഇതിന്റെ എന്താണ് എയ്ഗൻ വെക്ടേഴ്സിന്റെ മെട്രിക്സ് ആണ് p എന്ന ഇത് അല്ലെ. അപ്പൊ p എയ്ഗൻ വെക്ടർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം നമ്മൾ എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. എയ്ഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ടാവും ഒരു എയ്ഗൻ വെക്ടർ ഉണ്ടാകും അല്ലെ. ഇവിടെ 3x3 ആയതുകൊണ്ട് ഒരു 3x3 മെട്രിക്സ് ആണ് വീണ്ടും ഒരു എയ്ഗൻ വെക്ടറിന്റെ വരിക. അതാണ് p എന്ന മെട്രിക്സ്. അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ അറിയാം എന്താണ് അഡ്ജോയിന്റ് അല്ലെ 1 ഡിറ്റർമിൻ a കൂടി ആര് കൊണ്ട് അല്ലെ എന്താണ് p ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഡിറ്റർമിൻ p ഇൻറ്റു അഡ്ജോയിന്റ് p ആണ് നമുക്ക് ഇക്വേഷൻ. അപ്പൊ അത് കണ്ടെത്തി ഇതിനെ കൊണ്ട് ആര് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ആര് മൾട്ടിപ്ലൈ ചെയ്യണം p മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഡയഗണൈസബിൾ മെട്രിക്സ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് a എന്ന മെട്രിക്സിന്റെ എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ എയ്ഗൻ വെക്ടേഴ്സിന്റെ ഫസ്റ്റ് മുമ്പ് എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടെത്തും. അപ്പൊ ലാംഡ എന്ന ഇക്വേഷൻ ആണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ തന്ന മെട്രിക്സ് ഇക്വേഷനിലേക്ക് ഒന്ന് മാറ്റി എഴുതി. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എന്ത് പറയാം ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിൻ a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ മാറ്റി എഴുതാം മൈനസ് ചെയ്യുക ആര് കൊണ്ട് ലാംഡ കൊണ്ട് മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായി മൈനസ് ലാംഡ തന്നെ 1 1 അടുത്ത 1 മൈനസ് ലാംഡ 1 1 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0. എന്ത് ചെയ്യുക ഇതിന്റെ ഡിറ്റർമിൻ വാല്യൂ കണ്ടെത്തുക. അപ്പൊ എന്താവും അല്ലെ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ 1 1 മൈനസ് ലാംഡ മൈനസ് 1 ഇൻറ്റു എന്തായി 1 1 1 മൈനസ് ലാംഡ പ്ലസ് 1 ഇൻറ്റു എന്തായി 1 മൈനസ് ലാംഡ 1 1 ഈക്വൽ ടു 0. ഇതെന്ത് ചെയ്യുക മൈനസ് മൾട്ടിപ്ലൈ ലാംഡ സ്ക്വയർ മൈനസ് 1 മൈനസ് ലാംഡ മൈനസ് 1 പ്ലസ് എന്തായി 1 പ്ലസ് ലാംഡ ഈക്വൽ ടു 0. ഇത് മൾട്ടിപ്ലൈ എന്താവും മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ പ്ലസ് 1 പ്ലസ് 1 പ്ലസ് ലാംഡ ഒക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും മൈനസ് ലാംഡ ക്യൂബ് 1 2 3 അല്ലെ 3 ലാംഡ
പ്ലസ് 2 ഈക്വൽ ടു 0. നമുക്കൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0. ഇത് ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലാംഡന്റെ വാല്യൂ ഒരു -1 ഇട്ട് കൊടുത്തു. അപ്പൊ എന്താവും, -1 ക്യൂബ് 3 into -1 -2 ഈക്വൽ ടു -1 plus 3 -2. ദാറ്റ് ഈസ് -3 plus 3 ഈക്വൽ ടു 0. അപ്പൊ എന്ത് കിട്ടി, ലാംഡക്ക് അല്ലെ ഒരു വാല്യൂ കിട്ടി അല്ലെ. അതിന്റെ റൂട്ടാണ് കണ്ടെത്തി, ഏതാണ് -1. അത് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. നമുക്ക് അതിന്റെ കോഎഫിഷ്യൻസ് എടുക്കുക 1. ഇവിടെ ലാംഡ സ്ക്വയർ ഇല്ല, അതുകൊണ്ട് അവിടെ 0 കൊടുത്തു. പിന്നെ ലാംഡന്റെ വാല്യൂടെ കോഎഫിഷ്യന്റ് ആണ് -3 ആണ്. പിന്നെ കോൺസ്റ്റന്റിന് എന്താണ് അവിടെ -2 ആണ്. അപ്പൊ ഫസ്റ്റ് കിട്ടിയ eigen വാല്യൂ അല്ലെങ്കിൽ നമുക്ക് റൂട്ട് കൊടുത്തു 1 കൊടുത്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1, ഇവിടെ -1 മൈനസ് പ്ലസ് ആയി. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായി, ഇവിടെ എന്താണ് +1 ആയി. മൈനസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -2 ആയി അല്ലെ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -2 ഇവിടെ +2 ആയി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പൊ കറക്റ്റ് ആണ്. ഇനി ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് മാറ്റി ലാംഡ -2 ഈക്വൽ ടു 0. അപ്പൊ എന്തായി, ലാംഡ -2 ഇൻറ്റു ലാംഡ +1 ഈക്വൽ ടു 0. അപ്പൊ ലാംഡന്റെ വാല്യൂ -1 ഉം 2 ആണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഓൾറെഡി ഒരു -1 ഉണ്ട്, പിന്നെ എന്ത് കിട്ടി, ഒരു -1 ഉം 2. അപ്പൊ എന്താണ്, രണ്ട് സെയിം വാല്യൂസ് വരുന്നുണ്ട്, പിന്നെ 2. അപ്പൊ ഇതെന്താണ് eigen വാല്യൂസ്. അപ്പൊ ഹിയർ ഇവിടെ എന്താണ്, ദി eigen വാല്യൂ ആരൊക്കെയാണ്, -1 -1 2 ആണ് eigen വാല്യൂസ് ആയി നമുക്ക് വന്നു. അപ്പൊ നമ്മൾ eigen വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോ eigen വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കണം, eigen വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം കാണാൻ പോകുന്നത് ലാംഡ ഈക്വൽ ടു -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ദ eigen വെക്ടർ corresponding to lambda equal to -1 is given by എങ്ങനെയാണ്, a minus lambda I into k1 equal to 0. ഇവിടെ ലാംഡന്റെ സ്ഥാനത്ത് ആരാ, മൈനസ് ആണ്. അപ്പൊ -I into k1 equal to 0. അപ്പൊ എന്താ, മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്താവും, ഒക്കെ 1 1 എന്ന മെട്രിക്സിലേക്ക് ഫുൾ ആയിട്ട് എന്തൊക്കെ ആയിട്ട് വന്നു. ഇനി k1 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ x1 y1 കൊടുക്കാം, അല്ലെങ്കിൽ k1 k2 k3 കൊടുക്കാം. അത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ x y z അല്ലെ z കൊടുക്കാം, അല്ലെങ്കിൽ k1 k2 k3 കൊടുക്കാം, അല്ലെങ്കിൽ x1 x2 x3 കൊടുക്കാം. ഞാൻ ഇവിടെ എന്താ കൊടുക്കുന്നുള്ളൂ, k1 k2 k3. ഇനി ഇതിന്റെ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തുക അല്ലെ, എന്നിട്ട് അതിന്റെ റാങ്ക് കണ്ടുപിടിക്കുക. അപ്പൊ 1 1 1 1 1 1 1 1 1 ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നമുക്ക് അല്ലെ, ജസ്റ്റ് R2 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യുക, R2 minus R1 സബ്ട്രാക്ട് ചെയ്യുക. അതേപോലെ R3 കൂടി R3 minus R1 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുമല്ലോ. ഇവിടെ 1 1 1 0 0 0 0 0 0 കഴിഞ്ഞല്ലോ, എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു. ഇനി ഇതിന്റെ റാങ്ക് നോക്കാം. എത്രയുടെ റാങ്ക്, 1 ആണ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇവിടെ ആരേ ഉള്ളൂ, ഒറ്റൊന്നുള്ളൂ. ഇവിടെ റാങ്ക് എന്ന് പറഞ്ഞാൽ ആരാ, അവിടെ റാങ്ക് ഈസ് 1. ഇവിടെ R നമ്മൾ റാങ്കിന് സൂചിപ്പ് 1. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്, k1 k2 അല്ലെ k3 ആണ്. അപ്പൊ ഇവിടെ എത്രയാണ് അൺനോൺസ്, നമ്പർ ഓഫ് അൺനോൺസ് അത് എത്രയാണ്, 3 ആണ്. ഇനി അതുകൊണ്ട് നമുക്കറിയാം രണ്ടും ഈക്വൽ അല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, കൺസിസ്റ്റൻസി അല്ല, യുണീക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ therefore എന്താ പറയാ, therefore this equation possess non-trivial solution. കുറെ സൊല്യൂഷൻ ഉണ്ട്. The system has n minus r equal to 3 minus 1 equal to 2. അത്രയും ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ഉണ്ട്, ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. അപ്പോ എന്ത് കിട്ടി, 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. അതാ നമ്പർ ഓഫ് അൺനോൺസ് ഇവിടെ എത്രയാണ്, 2 കൊടുക്കണം എന്നാണ് പറയുന്നത്. ലീനിയർലി ഇൻഡിപെൻഡന്റ് മീനിങ്സ് ചെയ്യുന്നത് ഇവിടെ 2 ആർബിട്രറി വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ നമ്മൾ ദ എബവ് മെട്രിക്സ് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി. ദ എബവ് മെട്രിക്സ് ഇക്വേഷൻ ഈസ് equivalent to, നമുക്കറിയാം അല്ലെ, x equal to b എന്ന രീതിയിലാണ്. ഇവിടെ തന്ന മെട്രിക്സ് എന്താ, 1 1 1 0 0 0 0 0 0 അല്ലെ. പിന്നെ x എന്ന് പറഞ്ഞ ഇവിടെ k1 k2 k3 ആണ്. നമ്മളിവിടെ എഴുതുന്നത് അങ്ങനെയാണ്, ഈക്വൽ ടു 0 0 0. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ, അപ്പൊ k1 പ്ലസ്
K2 plus K3 equal to 0. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ ചൂസ് ചെയ്യാൻ പോവാണ്. ചൂസിങ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാൻ K1 -1 ആക്കി എടുത്തു, K2 എന്ത് കൊടുത്തു, 1 ആക്കി. ഇവിടെ കാര്യമല്ല, ഒന്ന് മാത്രം ചൂസ് ചെയ്താൽ പോകും. ഇതേപോലെ ആരോടും ചൂസ് ചെയ്യണം, ഒരു ടൈപ്പ് കൂടി ചൂസ് ചെയ്യണം. കാരണം എന്താ, ഇവിടെ രണ്ട് എയ്ഗൻ വാല്യൂസ് സെയിം ആണ്, -1 ആണ്, രണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഇവിടെ എയ്ഗൻ വാല്യൂസ് എന്ത് ചെയ്യും, നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, -1 -1. അപ്പൊ അതേപോലെ ഇവിടെ ചൂസ് ചെയ്യുമ്പോഴും ആരായിട്ട്, രണ്ടായിട്ട് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പൊ വീണ്ടും ഞാൻ ചൂസ് ചെയ്യാണ്, K1 എന്ത് കൊടുക്കുകയാണ്, -1. ഇവിടെ K1 ഞാൻ മൈനസ് കൊടുത്തു, അതേപോലെ തന്നെ വീണ്ടും ഞാൻ -1 എടുത്തു. ഇവിടെ എന്ത് ചെയ്യാണ്, K3ക്കാണ് ഞാൻ എന്ത് കൊടുക്കണേ, 1 കൊടുക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ K3 എന്തായി മാറും, അല്ലെ. ഇവിടെ K3 എന്താവും, 0 ആയി മാറും. ഇവിടെ K2 എന്തായി മാറും, 0 ആയി മാറും അല്ലെ. അപ്പൊ അതേ രീതിയിൽ ഇവിടെ എന്താവും, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എയ്ഗൻ വെക്ടറും കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ ഇത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇംപ്ലൈസ് K3 ഈക്വൽ ടു ഇവിടെ എന്തായി, 0 ആയി. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കൊടുക്കുമ്പോൾ എന്താവും, K2 ഈക്വൽ ടു 0 ആണ് കിട്ടും. അപ്പൊ എന്ത് പറയാം, വി ഒബ്റ്റെയിൻ, നമുക്ക് എന്ത് കിട്ടി, എയ്ഗൻ വെക്ടേഴ്സ് കിട്ടി. വി ഒബ്റ്റെയിൻ ടു എന്താണ്, ലീനിയർലി അല്ലെ ഇൻഡിപെൻഡന്റ് ദി എയ്ഗൻ വെക്ടേഴ്സ് ഓഫ് ആരെ, K1 കറസ്പോണ്ടിങ് അല്ലെ. K1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കൊടുത്തത് കറസ്പോണ്ടിങ് ടു എയ്ഗൻ വാല്യൂ ലാംഡ ഈക്വൽ ടു -1 ആസ് K1 എന്ന് പറഞ്ഞാൽ -1 1 0 അല്ലെ. K1 എന്ത് കൊടുത്തു അല്ലെ, നമ്മൾ K1 K2 K3. K1 എന്ന് പറഞ്ഞാൽ നമ്മൾ -1 കൊടുത്തു, K2 1 കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി K3 എത്ര, 0 ആയി. അതേപോലെ ആൻഡ് K2 ഈക്വൽ ടു, ഇതേപോലെ നമ്മൾ ചെയ്തതാണ് അല്ലെ, ഇതേപോലെ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അവിടെ എന്ത് കൊടുത്തു, K1 -1 കൊടുത്തു, K2 0 ഇട്ടി, K3 എന്താണ് 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ലാംഡ ഈക്വൽ ടു 2, അടുത്ത എയ്ഗൻ വാല്യൂ 2 കറസ്പോണ്ടിങ് ആയിട്ട് എയ്ഗൻ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ ഇതാ, ദ എയ്ഗൻ വെക്ടർ corresponding to lambda equal to 2 is given by, എങ്ങനെ എഴുതി, a minus lambda I into K1 കഴിഞ്ഞു, K2 കഴിഞ്ഞു. ഇനി അടുത്ത K3 ആണ്. കാരണം ഒന്ന് ചെയ്താൽ മതി, K1 ഉപയോഗിച്ചിട്ട് അതും K2ലേക്ക് ശരിയാണ്. അതുകൊണ്ട് രണ്ട് എയ്ഗൻ വാല്യൂ ഉണ്ടായതുകൊണ്ടാണ് K1 K2 കൊടുത്തത്. അടുത്ത മൂന്നാമത്തെ എയ്ഗൻ വാല്യൂ ആണ് ലാംഡ ഈക്വൽ ടു 2 ആണ്. അപ്പൊ അതിന് K3 കൊടുത്തു. ഇവിടെ ലാംഡന്റെ വാല്യൂ ഇവിടെ 2 ആണ്, 2i into K3 ഈക്വൽ ടു 0. ഇതിനെങ്ങനെ മെട്രിക്സിലേക്ക് മാറ്റുക അല്ലെ, -2 1 1 1 -2 1 1 1 -2. കഴിഞ്ഞിട്ടില്ല. അടുത്തെന്താണ് അല്ലെ, K3 ആണ്, K1 K2 K3 അല്ലെ. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു x1 x2 x3 കൊടുക്കാം, അല്ലെങ്കിൽ x y z എന്ന രീതിയിലും കൊടുക്കാം. 0 0 0. ഇനി എന്ത് ചെയ്യുക, ഇതിനെ എലിമെന്ററി ട്രാൻസ്ലേഷൻ നടത്താം. ഏത്, -2 1 1 1 -2 1 1 1 -2. ഇതിനെ എലിമെന്ററി ട്രാൻസ്ലേഷൻ നടത്താം. ഫസ്റ്റ് ഞാൻ അവിടെ 2 അല്ലെ 1 ആക്കാൻ പോവുക. അപ്പൊ -1/2 R1 ചെയ്തു. അപ്പൊ എന്താവും, 1 -1/2 -1/2 1 -2 1 1 1 -2. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്. ഞാൻ അടുത്ത് ഇതിന് 0 ആക്കണം, ഇതിനെയും 0 ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി, R2 changes to R2 minus R1. അപ്പൊ 1 -1/2 -1/2 0 -3/2 3/2. അടുത്ത R3 അതേപോലെ ചെയ്യണം, R3 minus R1. അപ്പൊ എന്തായി, 0 3/2 -3/2. ഞാൻ ഇതിനെ 1 ആക്കണം അല്ലെ. അപ്പൊ അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ R2 changes -2/3 R2. അപ്പൊ എന്തായി, 1 -1/2 -1/2 0 1 -1. ഇതേപോലെ ഇതിനും ചെയ്യാൻ പോവാണ്, R3നും ചെയ്യാൻ പോവാണ്, 2/3 R3. അപ്പൊ 0 1 -1. ഇനി അടുത്ത് എന്ത് ചെയ്താൽ മതി, തമ്മിൽ ആഡ് ചെയ്താൽ മതി. ആരൊക്കെ തമ്മിൽ, R1 ഇത് തമ്മിൽ എന്ത് ചെയ്യുക, ഒരു 2 കൊണ്ട് അല്ലെ 1/2 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അതേപോലെ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്താ, ഫസ്റ്റ് ഞാൻ R1 changes to R1 plus 1/2 R2. അപ്പൊ എന്തായി, 1 0 -1. ഇനി R2ന് ചേഞ്ച് ഇല്ല, 1 -1. R3ക്ക് ചേഞ്ച് ചെയ്യാണ്, R3 minus R2. അപ്പൊ എന്തായി, 0 0
0. ഇപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഒരു എലമെന്റ് ട്രാൻസിഷൻ കഴിയും. ഇനി എന്ത് മാറ്റം വരുത്തിയാലും നമുക്ക് ഇവിടെ ചേഞ്ച് ആവും. അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റ് വരുന്ന മെത്തേഡ് കിട്ടിയത്. ഇവിടെ റാങ്ക് എന്ന് നോക്കാം. റാങ്ക് അല്ലെ, ഇവിടെ റാങ്ക് ഈസ് R എന്ന് പറഞ്ഞ എത്രയാണ്? 2 ആണ്. കാരണം നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1, 2 ആണ്. അതേപോലെ നമ്പർ ഓഫ് അൺനോൺസോ അതും 3 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് അതെത്രയാണ്? അല്ലെ, 3 ആണ്. അപ്പൊ രണ്ടും ഈക്വൽ അല്ല. അപ്പൊ എന്ത് പറയാം? ഇത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ അഥവാ ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ദ ഇക്വേഷൻ possess non-trivial solution and system has n minus r അല്ലെ, എത്ര സൊല്യൂഷൻ കൊടുക്കണം? 3 minus 2 equal to 1. അപ്പൊ അത്രയും ലീനിയർലി ഇൻഡിപെൻഡന്റ് വാല്യൂസ് അഥവാ ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ, അത്രയും ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ഉണ്ട്. എന്ത് ചെയ്താം? ദി അബോവ് അല്ലെ matrix equation is equivalent to എങ്ങനെ? a അല്ലെ, ഇവിടെ x ഞാൻ കൊടുത്തു എന്നുള്ളൂ, ഈക്വൽ ടു എന്താണ്? 0 എന്ന രീതിയിൽ അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പൊ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 0 minus 1 0 1 minus 1 0 0 0. ഇനി x എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് k1 k2 k3. അടുത്തെന്താണ്? അത് 0 0 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? k1 minus k2 equal to 0. അതേപോലെ k2 minus k3 equal to എന്താണ്? 0. അപ്പൊ നമ്മുടെ ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടോ, വി ചൂസ്, നമ്മൾ ചൂസ് ചെയ്യാണ് വി ചൂസ്. ഇവിടെ k2 ഞാൻ ഒന്ന് കൊടുക്കുക. അപ്പൊ k2 minus k3 എന്ന് പറഞ്ഞാൽ 0 ആണ്, ഈക്വൽ ടു അല്ലെ. ഇവിടെ k2 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആക്കി എടുത്തിട്ട്, അപ്പൊ 1 minus k3 equal to 0 implies k3 equal to എന്തായി? 1 ആയി മാറും. ഇനി ഇതേപോലെ ഈ ഇക്വേഷൻ അല്ലെ, k2 മൈനസ് ഇനി 1 ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്താവും? അല്ലെ, k1 minus k3 equal to 0. ഇവിടെ k3 എന്ന് പറഞ്ഞ എത്രയാ? 1 ആണ്, ഈക്വൽ ടു 0. അപ്പൊ k1 എന്ന് പറഞ്ഞ എത്രയായി? 1 ആയി. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് k1 k2 k3 നമുക്ക് കണ്ടെത്തില്ല, ഒക്കെ 1 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? we obtain linearly independent eigenvector of k3 corresponding to eigenvalue lambda equal to 2. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടർ കിട്ടി. ലാംഡക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡക്ക് 2 കറസ്പോണ്ടിങ് ആയിട്ട് eigen വെക്ടേഴ്സ് കിട്ടി. അപ്പൊ k3 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? k1 k2 k3 ഒക്കെ 1 ആണ്. ഇനി എന്ത് ചെയ്യണം? നമ്മള് ഇതിനെ ഒരു കിട്ടിയ മെട്രിക്സ് ഒക്കെ ഒരുമിച്ച് എഴുതാം അല്ലെ. eigen വെക്ടേഴ്സിനെ ഒരുമിച്ച് എഴുതുന്നതാണ് P എന്നൊരു മെട്രിക്സ്. അത് എഴുതാൻ പോവാണ്. അപ്പൊ thus A has 3 independent eigen vectors k1 k2 and k3. Hence A is diagonizable z ആണ് diagonizable and the matrix P which diagonalize A is, അപ്പൊ എന്താണ്? തന്ന മെട്രിക്സ് ഒക്കെ അതിനെ ഒരുമിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ A has 3 independent eigen vectors. അപ്പൊ ഒന്നാമത്തെ eigen vector നമ്മൾ കണ്ടെത്തിയിരുന്നു. ഏതായിരുന്നു? ഇതായിരുന്നു ഒന്നാമത്തെ eigen vector അല്ലെ. പിന്നെ രണ്ടാമത്തതായി പിന്നെ നമ്മൾ കണ്ടെത്തി, മൂന്നാമത്തത് eigen vector കണ്ടെത്തി. ഇതൊക്കെ ഒരുമിച്ച് എന്താക്കിയാൽ മതി? P equal to എന്ന രീതിയിൽ എഴുതിയാൽ മതി. P equal to ഒന്നാമത്തെ eigen vector ആയ -1 1 0, രണ്ടാമത്തെ k2 എഴുതി -1 0 1, അടുത്ത മൂന്നാമത്തെ 1 1 1. ഇതാണ് നമ്മൾ ആര് വന്നത്? P എന്ന മെട്രിക്സ്. നമുക്കറിയാം അല്ലെ, ഡയഗണൽ മെട്രിക്സ് കാണാൻ P ഇൻവേഴ്സ് A into P ആണ്. അപ്പൊ ഇനി P കണ്ടെത്തി കഴിഞ്ഞു. ഇനി P ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. P ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം P ഇൻവേഴ്സ് ഈക്വൽ ടു 1 by determine P into adjoint P ആണ്. അപ്പൊ ഡിറ്റർമിൻ P നമ്മൾ ഇനി കണ്ടുപിടിക്കണം. ഡിറ്റർമിൻ P എന്ന് പറയുമ്പോ അല്ലെ -1 into 0 1 1 1 പ്ലസ് അല്ലെ മൈനസ് മൈനസ് പ്ലസ് 1 into 1 1 0 1 പ്ലസ് 1 into 1 0 0 1 ഒക്കെ പാടെ ചെയ്യുമ്പോൾ എന്താവും?
0 minus 1 plus 1 minus 0 plus 1 minus 0 equal to 1 plus 1 plus 1 equal to എത്രയാണ് 3. അപ്പൊ ഡിറ്റർമിൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 3 ആണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ കാണാൻ പറഞ്ഞത് അഡ്ജോയിന്റ് പി ആണ്. അഡ്ജോയിന്റ് പി കാണുന്ന മുമ്പ് നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കണം. അതിന്റെ ട്രാൻസ്ഫോംസ് ആണ് ആര് വരുന്നത് അഡ്ജോയിന്റ് പി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ഇതിന്റെ കോഫാക്ടർ കണ്ടിട്ട് അതിനെ ട്രാൻസ്ഫോസ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. ദ കോഫാക്ടർ ഓഫ് എലമെന്റ് ഓഫ് പി ആർ ഫസ്റ്റ് എന്താണ് C11 ഈക്വൽ ടു -1 1 plus 1 0 1 1 1 ഈക്വൽ ടു എന്താണ് -1 റൈസ് സ്ക്വയർ അല്ലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 0 minus 1 ഈക്വൽ ടു എന്തായി 0 minus 1 ഈക്വൽ ടു -1. ഇനി C12 അല്ലെ -1 റൈസ് ടു 1 plus 2 അടുത്ത 1 1 0 1 ഇതിനെന്താവും അല്ലെ ഇവിടെ 3 മൈനസ് അല്ലെ -3 into അല്ലെ 1 1 0 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും മൈനസ് ഓഫ് 1 minus 0 ഈക്വൽ ടു -1. ഇനി 1 3 ഈക്വൽ ടു ഞാൻ ഡയറക്റ്റ് എഴുതാണ് ഈ സ്റ്റെപ്പിലേക്ക് 3 plus 1 that is 4. അടുത്തെന്താവും 1 0 0 1 ഈക്വൽ ടു 1 minus 0 ഈക്വൽ ടു 1. അടുത്ത് 2 1 ഈക്വൽ ടു -1 ക്യൂബ് എന്തായി -1 1 1 1 ഈക്വൽ ടു മൈനസ് ഓഫ് -1 ഈക്വൽ ടു -2 ഈക്വൽ ടു 2. ഇനി അടുത്തെന്താ C22 ഈക്വൽ ടു -1 2 plus 2 4 എത്രയായി -1 1 0 1 ഈക്വൽ ടു എന്തായി -1 0 ഈക്വൽ ടു എന്തായി -1. ഇനി അടുത്ത് C23 എന്ന് പറയുമ്പോൾ -1 റൈസ് ടു 5 -1 0 1 സിംപ്ലിഫൈ മൈനസ് ഓഫ് -1 0 ഈക്വൽ ടു എന്തായി -1 ഈക്വൽ ടു +1. അടുത്തെന്താ C31 അപ്പൊ എന്താ -1 റൈസ് ടു 4 -1 1 0 1 ഈക്വൽ ടു -1 0 ഈക്വൽ ടു -1. അടുത്ത് C2 അല്ലെ C32 ഈക്വൽ ടു -1 റൈസ് ടു 5 എന്തായി -1 1 1 ഈക്വൽ ടു മൈനസ് ഓഫ് -1 -1 നമ്മൾ കോഫാക്ടർ ഒക്കെ +1 +2 പഠിച്ചതാണ് +2 പകർത്തതാണ്. അപ്പൊ മൈനസ് ഓഫ് -2 ഈക്വൽ ടു 2. അടുത്തെന്താണ് C33 എന്ന് പറഞ്ഞാൽ -1 റൈസ് ടു 6 എന്തായി -1 -1 1 0 എന്തായി ഇവിടെ മൾട്ടിപ്ലൈ 0 + 1 ഈക്വൽ ടു 1. അപ്പൊ എന്ത് കിട്ടി എല്ലാത്തിന്റെയും വാല്യൂ നമ്മൾ കണ്ടെത്തി. അപ്പൊ എന്ത് പറയാ ഇനി കോഫാക്ടർ അല്ലെ കോഫാക്ടർ ഓഫ് മാട്രിക്സ് അല്ലെ മാട്രിക്സ് ഈസ് ഒക്കെ എടുത്ത് എഴുതി -1 -1 1 2 -1 1 -1 2 1. ഇനി എന്ത് ചെയ്യാ ഇതിന്റെ ട്രാൻസ്ഫോം ആണ് ആര് പറയുന്നത് അഡ്ജോയിന്റ് അഥവാ അഡ്ജ് പി ഈക്വൽ ടു ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുക -1 2 അല്ലെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ റോസിനെ കോളാക്കുക അല്ലെങ്കിൽ കോളത്തെ റോ ആക്കുക. അപ്പൊ ഇവിടെ എന്തായി -1 -1 2 1 1 1. ഇനി നേരെ ഇൻവേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും P ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ് 1 ഡിറ്റർമിൻ P ഇൻറ്റു അഡ്ജോയിന്റ് P ആണ്. ഇവിടെ ഡിറ്റർമിൻ P എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇനി എന്ത് ചെയ്യാം നേരെ അപ്ലൈ -1 2 -1 -1 -1 2 1 1 1. ഇപ്പൊ എന്ത് കിട്ടി ഇൻവേഴ്സ് കിട്ടി. നമ്മൾ കാണാൻ പറഞ്ഞത് D എന്ന മെട്രിക്സ് ആണ്. അപ്പൊ ഡയഗണബിൾ P ഇൻവേഴ്സ് A ഇൻറ്റു P ആണ് ഡയഗണൈസബിൾ മെട്രിക്സ് ഈക്വൽ ടു 1/3 അല്ലെ P ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -1 2 -1 -1 -1 2 1 1 1. A എന്ന മെട്രിക്സ് നമുക്ക് തന്ന മെട്രിക്സ് എന്താണ് 0 1 1 1 0 1 1 1 0. ഇനി P എന്ന മെട്രിക്സ് അല്ലെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു 3 eigen വെക്ടേഴ്സ് തമ്മിൽ ഒരുമിച്ച് എഴുതിയിരുന്നു അത് എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യാണ് ആദ്യം ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യാണ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈക്വൽ ടു 1/3 ഇൻറ്റു അല്ലെ എവിടെ eigen ഇവിടെ P ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് -1 2 -1 -1 -1 2 1 1 1. ഇനി എന്ത് ചെയ്തു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു ഏതൊക്കെ തമ്മില് അല്ലെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ആൻസർ എത്രയാണ് കിട്ടുന്നത് അല്ലെ മെട്രിക്സ് ഏതാ വരിക 1 1 2 -1 0 2 0 -1 2. ഇനി എന്ത് ചെയ്യാ ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ഫൈനൽ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. എന്താ മൾട്ടിപ്ലൈ ചെയ്താ -3 0 0
0 minus 3 0 0 0 6. ഇനി എന്ത് ചെയ്യുക 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താവും -1 0 0 0 minus 1 0 0 0 2. ഇതാണ് നമ്മൾ ഡയഗണൈസബിൾ മെട്രിക്സ് ആയി കിട്ടിയത്. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ കിട്ടി. ഇത് ശരിയാണോ തെറ്റോ നോക്കുകയാണെങ്കിൽ ഈ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ നമ്മുടെ eigen വാല്യൂസ് ആണ് നോക്കിയാൽ മതി അല്ലെ. നമ്മളെ eigen വാല്യൂസ് -1 -1 2 അല്ലേ eigen വാല്യൂസ്. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയഗണൈസബിൾ മെട്രിക്സ് കിട്ടി. ഏതാണ് -1 0 0 0 -1 0 0 0 2. ക്ലിയർ ആയല്ലോ. ഇതോടുകൂടി നമ്മള് സെക്ഷൻ സി കംപ്ലീറ്റ് ആയി. അതോടുകൂടി ഏപ്രിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറും എന്തായി കംപ്ലീറ്റ് ആയി.